ഞാൻ വീട്ടിൽ അല്ല. ഗീത വിമാനത്താവളത്തിൽ ആണോ? അരുൺ അവന്റെ റൂമിൽ ആണ്. പുസ്തകം നിലത്ത് ആണ്. ഞാൻ എയർപോർട്ടിലാണ്. എന്റെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നു. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ സംസാര വിഷയത്തിന് വരാറുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത് അല്ലേ. എന്നാൽ നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാലോ? നോക്കാം അല്ലേ. ഞാൻ വീട്ടിൽ അല്ല. ഐ ആം നോട്ട് അറ്റ് ഹോം. എന്താണ്? ഐ ആം നോട്ട് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ അല്ല. ഗീത വിമാനത്താവളത്തിൽ ആണോ? ഈസ് ഗീത അറ്റ് ദ എയർപോർട്ട്. ഈസ് ഗീത അറ്റ് ദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീത വിമാനത്താവളത്തിലാണോ? അരുൺ അവന്റെ റൂമിൽ ആണ്. അരുൺ ഈസ് ഇൻ ഈസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അരുൺ അവന്റെ റൂമിലാണ്. പുസ്തകം നിലത്ത് ആണ് എന്നുള്ളത് എങ്ങനെ പറയാ? ദ ബുക്ക് ഈസ് ഓൺ ദ ഫ്ലോർ. ദ ബുക്ക് ഈസ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം നിലത്ത് ആണ്. ഞാൻ എയർപോർട്ടിലാണ്. ഐ ആം അറ്റ് ദ എയർപോർട്ട്. ഐ ആം അറ്റ് ദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിലാണ്. എന്റെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നു. മൈ മദർ കുക്സ് ഇൻ ദിസ് കിച്ചൺ. മൈ മദർ കുക്സ് ഇൻ ദിസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നു. കണ്ടോ, വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു പേടി സ്വപ്നമാണ് നമുക്കല്ലേ. എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല, ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇനി ഞാൻ എവിടെ പോയിട്ടാണ് പഠിക്കുക, എന്നെ കൊണ്ട് ഇനി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുമോ എന്നതൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തവർക്കുള്ള ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വളരെ അനായാസമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കൂടെ നോക്കി നോക്കാം അല്ലേ. ഞാൻ വീട്ടിൽ അല്ല. ഐ ആം നോട്ട് അറ്റ് ഹോം. ഗീത വിമാനത്താവളത്തിൽ ആണോ? ഈസ് ഗീത അറ്റ് ദ എയർപോർട്ട്. അരുൺ അവന്റെ റൂമിൽ ആണ്. അരുൺ ഈസ് ഇൻ ഈസ് റൂം. എന്താണ്? അരുൺ ഈസ് ഇൻ ഈസ് റൂം. പുസ്തകം നിലത്ത് ആണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ഫ്ലോർ. ഞാൻ എയർപോർട്ടിലാണ്. ഐ ആം അറ്റ് ദ എയർപോർട്ട്. എന്റെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നു. മൈ മദർ കുക്സ് ഇൻ ദിസ് കിച്ചൺ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമുക്കൊരു 5-6 എക്സാമ്പിൾസ് കൂടെ നോക്കി നോക്കാം അല്ലേ. എന്റെ മുത്തച്ഛൻ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ പുസ്തകങ്ങൾ ലിവിംഗ് റൂമിലെ മേശമേലുണ്ട്. ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങാറുണ്ട്. അവൾ കസേരയിൽ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇരിക്കുന്നു. ഞങ്ങൾ കസേരയിൽ ഇരിക്കാറുണ്ട് എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ സംസാര വിഷയത്തിൽ അനവധി തവണ വന്ന് ചേരാറുണ്ടല്ലോ. എന്നാൽ ഇത് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇത് ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കി നോക്കാം അല്ലേ. എന്റെ മുത്തച്ഛൻ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മൈ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ എന്താ പറയാ? ഗ്രാൻഡ് ഫാദർ ലൈക്സ് ഇഷ്ടപ്പെടുന്നു ടു സിറ്റ് ഓൺ ദ ചെയർ. മൈ ഗ്രാൻഡ് ഫാദർ ലൈക്സ് ടു സിറ്റ് ഓൺ ദ ചെയർ. എന്റെ മുത്തച്ഛൻ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ പുസ്തകങ്ങൾ ലിവിംഗ് റൂമിലെ മേശമേലുണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. എന്താണ്? എന്റെ പുസ്തകങ്ങൾ ലിവിംഗ് റൂമിലെ മേശമേലുണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങാറുണ്ട്. അവൾ കസേരയിൽ ഇരിക്കുന്നു. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. എന്താണ്? ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. ഞങ്ങൾ കസേരയിൽ ഇരിക്കാറുണ്ട്. വി സിറ്റ് ഓൺ ദ ചെയർ. അല്ലെങ്കിൽ ഞങ്ങൾ കസേരയിൽ ഇരിക്കുന്നു എന്ന് എങ്ങനെ പറയാ? വി ആർ സിറ്റിംഗ്. എന്താണ്? വി ആർ സിറ്റിംഗ് എന്താണ്? ഓൺ ദ ചെയർ. ഓൺ ദ ചെയർ. കണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ?
ഒന്നും കൂടെ നോക്കി നോക്കെ അല്ലേ. എന്റെ മുത്തച്ഛൻ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ മുത്തച്ഛൻ ലൈക്സ് ടു സിറ്റ് ഓൺ ദ ചെയർ, കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ മുത്തച്ഛൻ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മൈ ഗ്രാൻഡ് ഫാദർ ലൈക്സ് ടു സിറ്റ് ഓൺ ദ ചെയർ, എന്റെ മുത്തശ്ശി കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മൈ ഗ്രാൻഡ്മ എന്താണ്? മൈ ഗ്രാൻഡ്മ ലൈക്സ് ടു സിറ്റ് ഓൺ ദ ചെയർ. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ. എന്റെ പുസ്തകങ്ങൾ ലിവിംഗ് റൂമിലെ മേശമേലുണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. അടുത്തതാണ്, ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ്, അവൾ കസേരയിൽ ഇരിക്കുന്നു. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ, ഞങ്ങൾ കസേരയിൽ ഇരിക്കാറുണ്ട്. വി സിറ്റ് ഓൺ ദ ചെയർ, അല്ലെ ഞങ്ങൾ കസേരയിൽ ഇരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാം. വി ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഇനി നമുക്കൊരു 3-4 എക്സാംസ് കൂടെ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം അല്ലേ. ഞാൻ മുംബൈയിൽ താമസിക്കുന്നു. ഐ ലിവ് ഇൻ മുംബൈ, ഞാൻ മുംബൈയിൽ താമസിക്കുന്നു. ഐ ലിവ് ഇൻ മുംബൈ. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഐ ലിവ് ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഐ ലിവ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മേശമേൽ. ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിയിൽ. ഓൺ ദ ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കസേരയിൽ. ഓൺ ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിടക്കയിൽ. ഞാൻ വീട്ടിലാണ്. ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? ഐ ആം അറ്റ് ഹോം. എന്താണ്? ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം. ഞാൻ മുംബൈയിൽ താമസിക്കുന്നു. ഐ ലിവ് ഇൻ മുംബൈ, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഐ ലിവ് ഇൻ ഇന്ത്യ. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മേശമേൽ. ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ മുറിയിൽ. ഓൺ ദ ചെയർ എന്ന് പറഞ്ഞാൽ കസേരയിൽ. ഓൺ ദ ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്കയിൽ. ഞാൻ വീട്ടിൽ ആണ്. ഐ ആം അറ്റ് ഹോം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഇനി ഞാൻ എവിടെ പോയിട്ടാണ് പഠിക്കുക, ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് പഠിക്കുക, ഞാൻ ഒന്നിലേറെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും പഠിച്ചു വന്നിട്ടും എനിക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻസോട് കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടുവന്ന് നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും നിങ്ങളെ വളരെയധികം ഈ വീഡിയോസ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.